നമ്മൾ ഇന്ന് കിടന്നിരുന്ന സ്ഥലത്തുനിന്ന് ഒരു 3.5 കിലോമീറ്റർ ഇങ്ങോട്ട് മുകളിലോട്ട് തള്ളിക്കയറ്റി പോകുന്നു. എൻ്റെ പുറകിൽ കണ്ടോ, മനോഹരമായ ഗ്രാമപ്രദേശങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. താഴെയെല്ലാം മലനിരകളാണ്. നല്ല രസമുണ്ട് കാണാൻ. എല്ലാം കൊണ്ടും മനോഹരമായൊരു പ്രദേശത്താണ് ഞാൻ നിൽക്കുന്നത്. എൻ്റെ പുറകിലാണെങ്കിൽ ഒരു പഴയ വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞാൽ മഴക്കാലത്ത് മാത്രമുള്ള ഒരു വെള്ളച്ചാട്ടം. അതുപോലെ തന്നെ താഴെ ഗ്രാമങ്ങളൊക്കെ ഒരുപാടുണ്ട്. അങ്ങകലെ കാണുന്നതെല്ലാം ചെറിയ ചെറിയ ഗ്രാമങ്ങളാണ്. ഈ മലയുടെ പല പ്രദേശങ്ങളിലും നമുക്ക് ഗ്രാമങ്ങൾ കാണാൻ പറ്റും. ഇപ്പം പൊടിപടലവും മഞ്ഞുമൊക്കെ കുറഞ്ഞ സമയമാണ്. ആ മലയുടെ മുകളിൽ ഒരു ക്ഷേത്രമുണ്ട്. അതുണ്ടോ, ആ ഏറ്റവും മുകളിലൊരു ക്ഷേത്രം കാണാം. ഒരു ചെറിയ ക്ഷേത്രമാണ്. ഇവിടുന്ന് കാണുമ്പോൾ ചെറുതായിരിക്കും, അവിടെ ചെല്ലുമ്പോൾ വലിയ ക്ഷേത്രമായിരിക്കും. അപ്പോൾ ഈ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന ഇവിടുത്തെ സീസൺ ഫ്ലവേഴ്സാണ്. ഇത് കണ്ടോ, ഈ മഞ്ഞച്ചെടി എത്ര മനോഹരമാണെന്ന് നോക്കി. ഒരുപാടുണ്ട് കേട്ടോ. ഇങ്ങനെ മുകളിലേക്കെല്ലാം ഉണ്ട്. ഇത് കണ്ടോ, ഈ പ്രദേശം മുഴുവൻ ആ ചെടിയാണ്. കാണാൻ വളരെ മനോഹരമാണ്. നമ്മൾ പണ്ട് നാട്ടിൽ പറയുമായിരുന്നു കമ്മൽച്ചെടി എന്ന് പറയുമായിരുന്നു. അങ്ങനത്തെ ഒരു ചെടിയുടെ ഒരു മനോഹാരിതയാണ് ഇതിൽ കാണുന്നത്. കമ്മൽച്ചെടി പോലെയുള്ള ഒരു ചെടി നിറയെ പൂത്ത് നിൽക്കുകയാണ് കേട്ടോ. വളരെ മനോഹരമായൊരു കാഴ്ചയാണ്. അപ്പോൾ ഇങ്ങനത്തെ ഈ സീസണിൽ മാത്രം കാണുന്ന ഈ ചെടികളൊക്കെ കണ്ട് ഇങ്ങനെ നമ്മൾ യാത്ര മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഹലോ, നമസ്കാരം. ജോപ്പൻ്റെ യാത്രയുടെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ മഹാബലേശ്വരിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു 20 കിലോമീറ്റർ കൂടിയാണ് പോകാനുള്ളത്. ഈ മുകളിൽ കാണുന്ന കോട്ടയുടെ മുകളിലേക്കാണ് ഞാൻ യാത്ര ചെയ്യുന്നത്. ഇത് ഈ കോട്ടയുടെ എൻഡ് പോയിൻ്റാണ്. ഇവിടുന്ന് ഒരു 2 കിലോമീറ്റർ അപ്പുറത്തു നിന്നാണ് നമുക്ക് ഇങ്ങോട്ട് നടന്നു വരാനുള്ളത്. അപ്പോൾ ഇതുവഴി കയറി പോകാനുള്ള സൗകര്യമുണ്ട്, പക്ഷേ നമുക്ക് കയറാൻ പറ്റില്ല, അതിന് അനുവാദമില്ല. അപ്പോൾ ഈ മുകളിൽ കാണുന്നതാണ് കോട്ട. ബൃഹത്തായ ഒരു കോട്ടയാണ്. ഇവിടെ തന്നെ ഏകദേശം 1.5 കിലോമീറ്ററിൻ്റെ ഒരു കോട്ടയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇനി ഒരു 6 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ എത്താമെന്നാണ് വിചാരിക്കുന്നത്. ഇത് കണ്ടോ, ഇവിടെ എല്ലാം ഈ മലയടിവാരത്ത് നിബിഡ വനങ്ങളാണ്. ഈ കോട്ട കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. അതിൻ്റെ മുകളിൽ നിന്ന് ഒരു ചെറിയ വെള്ളച്ചാട്ടമൊക്കെ താഴോട്ട് വരുന്നുണ്ട്. പക്ഷേ നല്ല മഴക്കാലമാണെങ്കിൽ ആ ഭാഗത്ത് മുഴുവൻ വെള്ളച്ചാട്ടങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ചൂടുകാലമായി, മഞ്ഞുകാലം സ്റ്റാർട്ടാകാൻ പോവുകയാണ്. അപ്പോൾ ശരി, നമ്മുടെ യാത്ര മുന്നോട്ട് പോവുകയാണ്. അപ്പത്തെ നമ്മൾ മഹാബലേശ്വരിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയും ഘാട്ട് തള്ളിക്കയറ്റിയിട്ട് നമുക്കിപ്പോഴാണ് കുറച്ച് ഇറക്കം കിട്ടിയത്. അപ്പോൾ ചവിട്ടി പോകാമെന്ന് വെച്ചു. അപ്പം നമ്മൾ പതിയെ ഘാട്ട് ഇറങ്ങുകയാണ്. ഇനി ഒരു 3-4 കിലോമീറ്റർ നമുക്ക് ചവിട്ടി പോകാൻ പറ്റും. സൈക്കിളിന് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിലും കുഴപ്പമില്ലാത്ത രീതിയിൽ പോകാമെന്ന് വിചാരിക്കുന്നു. വഴിപണി നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകളേ ഉള്ളൂ. അത് സാരമില്ല, ചാട്ടമൊക്കെ കാണും. എന്നാലും നമുക്ക് പതിയെ അങ്ങ് പോവാം. എൻ്റെ പുറകിലൊരു കാറുകാർ എൻ്റെ വീഡിയോ എടുത്തുകൊണ്ട് വരുന്നുണ്ട്. അവർ കയറിപ്പോയി. അപ്പം അവർ യാത്രക്കാരാണെന്ന് തോന്നുന്നു. നമ്മളെ ടിബറ്റൻ ഫ്ലാഗ് എല്ലാ വണ്ടികളിലും കെട്ടിയിട്ടുണ്ട്. പക്ഷെ പാറിയല്ല, പുറകിലാണ് കെട്ടിയിട്ടിരിക്കുന്നത്. ടിബറ്റൻ ഫ്ലാഗ് കാറ്റടിച്ച് പാറാനുള്ളതാണ്. അത് കാറ്റടിക്കാത്ത പുറകിൽ കെട്ടിയിട്ടിട്ട് കാര്യമൊന്നുമില്ല. AC ഒന്ന് കാറ്റടിക്കുമ്പം ചിലപ്പം ആടുമായിരിക്കും. ഇവിടെ കല്ലുകൾ ഇടിഞ്ഞ് വീഴാൻ സാധ്യതയുണ്ട്. ഈ മലഞ്ചെരുവിൻ്റെ മുകളിലെ ഭാഗത്ത് കോട്ട ഇറങ്ങി വന്നിരിക്കുന്നൊരു ഭാഗമുണ്ട്.
പക്ഷേ ഇവിടുന്ന് അത് കാണാൻ പറ്റിയില്ല. ഞാൻ മുമ്പേ കയറ്റം തള്ളിക്കയറ്റി വന്നപ്പോൾ നമുക്ക് കാണാമായിരുന്നു. ഇപ്പോൾ കാടിൻ്റെ ഭംഗിയും റോഡിൻ്റെ അവസ്ഥയും കണ്ട് നമുക്കങ്ങ് പോകാം. താഴോട്ട് ഈ മല ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ, അങ്ങാടി വരെ. നല്ല രസമുണ്ട്. ഇപ്പോൾ ഒരു ചെറിയ തണുപ്പൊക്കെ വന്നു. ഇപ്പോൾ ഒരു ചെറിയ തണുപ്പ്. അവരൊക്കെ നമ്മളോട് സന്തോഷം പങ്കുവയ്ക്കുന്നതാണ് ആ ഹോണടി. കൈയൊക്കെ പൊക്കി കാണിച്ചു. പക്ഷേ എനിക്ക് കൈ വിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ കുഴിയിലോട്ട് ചാടുന്നതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് പണി കിട്ടും. അതുകൊണ്ടാണ് ഞാൻ ആദ്യം കൈ വിട്ട് കാണിക്കാതെ ചിരിച്ച് കാണിച്ച് പോകുന്നത്. മുഖം പോലും മൂടിയിട്ടില്ല ഞാൻ. ഈ പൊടിക്കകത്തൂടെ പോകുന്നതും അങ്ങനെയാണ്. കോഴിവണ്ടിയാണ്, ഭാരത് പൗൾട്രി. കോഴിവണ്ടിക്കാരൻ കോഴി ഇറക്കിയിട്ട് പോകുന്നതാണ്. ചുവന്ന ബസ്, റെഡ് ബസ്. ഇവന്മാരെ കൊണ്ടാണ് മടുത്തു പോകുന്നത്. കണ്ടോ, കാണിച്ച കാട്ടായം കണ്ടോ. നമ്മൾ കട്ടറിലാണ്, എന്നാലും ബോധമില്ലാത്ത കളി കളിക്കും. പോയാൽ താഴെ ഇനിയിപ്പം നാളെ മറ്റന്നാളായിട്ട് ഇവിടെ എല്ലാ ആഘോഷങ്ങളാണ്. കുറേ ദൂരം ചവിട്ടി പോകാമെന്ന് വിചാരിക്കുന്നു കേട്ടോ. നല്ല കാര്യം. വീണ്ടും ഈ മലയിടുക്ക് വന്നപ്പോൾ ഒരു തണുത്ത കാറ്റൊക്കെ വന്നു. കാരണം മലകൾ കാറ്റിനെ തടഞ്ഞു നിർത്തുക എന്ന് പണ്ട് പഠിച്ചിട്ടുണ്ട്. കാർമേഘങ്ങളെ തടഞ്ഞു നിർത്തിയാണ് മഴ പെയ്യുന്നതെന്നും കേട്ടിട്ടുണ്ട്. പക്ഷെ അതൊന്നും അല്ല മഴ എന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. ന്യൂനമർദ്ദത്തിന് ആസ്പദമായിട്ടാണ് മഴയുണ്ടാകുന്നത്. ന്യൂനമർദ്ദത്തിൻ്റെ കാറ്റിൻ്റെ ശക്തി എവിടെ കുറയുന്നോ അവിടെ മഴ പെയ്തിരിക്കും. പണ്ട് നമ്മളെ പറഞ്ഞു പറ്റിച്ചതാണ്. മലകൾ തടഞ്ഞു നിർത്തിയാണ്, കാർമേഘത്തെ തടഞ്ഞു നിർത്തുന്നതുകൊണ്ടാണ് മഴ പെയ്യുന്നത്. എന്നിട്ട് ഹിമാലയത്തിൽ തന്നെ ഇത്ര കാലമായിട്ടും കണ്ടിന്യൂസ് മഴ പെയ്യാത്തതെന്ന് ഞാൻ ആലോചിക്കുന്നു. അന്ന് തൊട്ടുള്ള എൻ്റെ ഒരു സംശയമാണ്. ഇതിലും വലിയ മലകളുള്ള സ്ഥലങ്ങളുണ്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ. അവിടെയൊന്നും കേരളത്തിലെ പോലെ 6 മാസം മഴയൊന്നുമില്ല. അങ്ങനെ പ്രതാപ് ഘാട്ട് എൻട്രി പോയിൻറ്റിലെത്തിയിട്ടുണ്ട്. ഇനി ഉള്ളിലോട്ടാണ് നമുക്ക് പോകേണ്ടത്. മഹാബലേശ്വരന് ഇവിടുന്ന് മുൻപോട്ടാണ് പോകേണ്ടത്. ഇനിയിപ്പോൾ താഴോട്ട് ചെന്ന് കഴിഞ്ഞാൽ എങ്ങനെയാണ് അവസ്ഥ എന്നറിയില്ല. ഗ്രാമങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇനി ഇവിടുന്ന് എത്ര കിലോമീറ്റർ ഉണ്ടെന്നറിയില്ല. ഇവിടെ കുറേ പേര് ഇരിപ്പുണ്ട്. അവരോട് കാര്യങ്ങൾ ചോദിച്ചിട്ട് നമുക്ക് പതിയെ ഉള്ളിലോട്ട് പോകാം. അപ്പോൾ ശരി, നമുക്ക് ഇവിടുന്ന് ഉള്ളിലോട്ട് പോകാനുള്ള വഴി കിട്ടിയിരിക്കുന്നതുകൊണ്ട് നമ്മൾ പതിയെ ഉള്ളിലോട്ട് പോകാം. വണ്ടികളൊക്കെ ഉള്ളിലോട്ട് പോകുന്നുണ്ട്. അതിൻ്റെ അർത്ഥം അവിടെ പോയി താമസിക്കാനുള്ള സൗകര്യം കാണുമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോഴത്തെ ഇവിടെ കുറച്ച് പേര് ഇരിപ്പുണ്ട്, അവരോട് ചോദിക്കാം. ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ശരി.